മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണല്ലോ കുടുംബങ്ങളിൽ മിണ്ടാട്ടം മുട്ടിയെന്ന് പറയാം. ഇവിടെ ഇതുപോലെ മിണ്ടാട്ടം മുട്ടിയപ്പോൾ സഹി കെട്ടുകൊണ്ട് ഒരു ഉമ്മ ചെയ്ത പണിയാണ് മൊബൈൽ ഫോണൊക്കെ മരുമക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പാവം അവർക്കറിയില്ല അത് എന്തിനാണ് ഉമ്മ ഇങ്ങനെ മൊബൈൽ ഫോൺ മേടിക്കണേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉമ്മ വളരെയധികം ദേഷ്യപ്പെട്ട് ആ മൊബൈൽ ഫോണൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ അച്ചാറിട്ട് വെച്ചിരിക്കുന്ന ഒരു ഭരണിയുണ്ട് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക അച്ചാറിട്ട് വെച്ചിരിക്കുന്ന ഭരണി അതിലെ കൊണ്ടുപോയി മുക്കി വെച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഇനി ഉപയോഗിക്കുന്നില്ല. കാരണം ഉമ്മയ്ക്ക് സഹി കെട്ടു. കാരണം ആരും സംസാരിക്കാനില്ല. ഉമ്മ പറയുന്നത് ഒരു 10-11 മണിയാകുമ്പോഴേക്കും അടുക്കള എല്ലാം എന്താ പറയുക, അടുക്കളയുടെ എല്ലാ ഉപയോഗങ്ങളും കഴിയും. കാരണം അവരുടെ അന്നത്തെ ദിവസത്തെ പണിയെല്ലാം കഴിയും. 3 മരുമക്കളുണ്ട്. 3 മരുമക്കളും 3 റൂമിൽ ചെന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ മൊബൈലിട്ട് കുത്തുകയാണെന്നുള്ളത്. ഈ ഉമ്മയാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കായി. എനിക്ക് ആരും തന്നെ സംസാരിക്കാമല്ല. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് വലിയ ദേഷ്യമായി ഇത് കണ്ടപ്പോൾ. കാരണം അവരുടെ പ്രിയപ്പെട്ട മൊബൈലാണ് കൊണ്ടുപോയി ഈ എന്താ പറയുക അച്ചാറ് പാത്രത്തിൽ കൊണ്ടുപോയിട്ടത്. എന്തായാലും ഉമ്മയ്ക്കെതിരെ പരാതിയുമായിട്ട് ഈ മരുമക്കൾ സ്വന്തം ഭർത്താക്കന്മാരെ വിളിച്ചു. ഭർത്താക്കന്മാരിൽ നിന്ന് അവിടുന്ന് നല്ല ഡോസ് ഇവർക്കും കിട്ടി. കാരണം ഉമ്മയുമായിട്ട് കളിക്കാൻ പോകണ്ട. ഉപ്പ മരിച്ചതിന് ശേഷം ഈ ഉമ്മയാണ് ഈ മക്കളെ വളർത്തിയത്. അവർക്കെല്ലാം ഇപ്പോൾ ഗൾഫിലാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഉമ്മയോട് പറയാനൊരു പേടിയാണ്. അപ്പോൾ ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നാശമാവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഉമ്മയോട് കയർക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇത്തിരി സമയം ഉമ്മയുമായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ള നിർദ്ദേശമാണ് ഈ മരുമക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്ക് അതിനുശേഷം അവർ അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അവർക്ക് മനസ്സിലായി അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഇത്തിരി സമയം ഈ ഉമ്മയുമായിട്ടിരിക്കണം. അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതൊന്നല്ല. ആ ഭ്രാന്ത് പിടിച്ചിട്ട് ഉമ്മ കൊണ്ടുപോയി ഈ മൊബൈൽ ഫോണും അച്ചാറിലിട്ട് വെച്ചതല്ല. ഉമ്മയ്ക്ക് സഹി കിട്ടുന്ന ആരും മിണ്ടാനില്ല ആ വീട്ടിൽ. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഉമ്മ പറയുക വിഷമമുണ്ട്. കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അതിങ്ങനെ നശിച്ചു പോകുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉമ്മയ്ക്ക് വളരെയധികം അസ്വസ്ഥത വന്നപ്പോൾ തന്നെയാണ് ഉമ്മ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് ഉമ്മ പറയുന്നൊരു പരാതി. ഫ്രണ്ട്സ്, എന്തായാലും മൊബൈൽ ഫോൺ വന്നതിന് ശേഷം പല കുടുംബങ്ങളിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടെന്നുള്ളൊരു സ്ഥിതി ഉണ്ട്. അതൊരു സത്യാവസ്ഥ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പല കുടുംബങ്ങളിൽ ഇതുപോലെ ഉമ്മമാർക്കും പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഭ്രാന്ത് പിടിച്ച് മൊബൈൽ ഫോൺ കുത്തിപ്പൊട്ടിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത്. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ തമാശയാണെന്നുണ്ടെങ്കിലും ആ വീട്ടിലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തിരി സമയമെങ്കിലും പ്രായമായവരുടെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. സമാധാനത്തിനും സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനും അത് അഭികാമ്യമാണെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്ത ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.